STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സാംസ്കാരിക നായകന്മാർ പ്രിയപ്പെട്ടവരാണെന്നും ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിന് നേരെ കടന്നുകയറാൻ പാടില്ലെന്നും മന്ത്രി കെ രാജൻ. ഭരണം തുടർന്നാൽ അധികാര കേന്ദ്രീകരണത്തിനും കാരണമാകുമെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി. ഫെബ്രുവരി 3-ാം ആഴ്ച തന്നെ വയനാട്ടിൽ ആദ്യഘട്ട വീടുകൾ കൈമാറുമെന്നും മന്ത്രി കെ രാജൻ. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷിവെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നേരിടേണ്ടി വരുമെന്ന് കർഷകർ. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നും കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ആക്ഷേപം. PF പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് AITC ജില്ലാ സെക്രട്ടറി ജയപാലൻ. 2014 മുതലാണ് PF പെൻഷൻകാർക്ക് അധിക ദുരിതകാലം തുടങ്ങിയതെന്നും ജയപാലൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് PF പെൻഷനേഴ്സിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് നടത്തുന്ന ത്രിദിന സത്യാഗ്രഹ സമരം തുടരുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സാംസ്കാരിക നായകന്മാർ പ്രിയപ്പെട്ടവരാണെന്നും ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിന് നേരെ കടന്നുകയറാൻ പാടില്ലെന്നും ഭരണം തുടർന്നാൽ അഴിമതിക്കും അധികാര കേന്ദ്രീകരണത്തിനും കാരണമാകുമെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി കെ രാജൻ തൃശ്ശൂരിൽ പറഞ്ഞു. ഫെബ്രുവരി 3-ാം ആഴ്ച തന്നെ വയനാട്ടിൽ ആദ്യഘട്ട വീടുകൾ കൈമാറാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ടത്തിലെ വീടുകൾ കൈമാറുമെന്നും മന്ത്രി തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. എന്തായാലും ആദ്യഘട്ടം പൂർണ്ണമായിട്ടും ഫെബ്രുവരി മാസത്തിൽ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് സമർപ്പിക്കുന്ന വിധത്തിലുള്ള നടപടിയാണ്. കൃത്യമെണ്ണം നമുക്കിങ്ങനെ നോക്കി വരേണ്ടതുണ്ട്. കാരണം ഈ കാലയളവിലുണ്ടായ ചില പൊതു പ്രകൃതി അന്തരീക്ഷത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. എന്തായാലും വളരെ കൃത്യമായൊരു നടപടിയാണ് അതിന് മുന്നോട്ട് പോകുന്നത്. ഇപ്പം തന്നെ 1600-ലേറെ ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. രാപ്പകലില്ലാതെ ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. ഇനിയും സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ എത്ര കേരളത്തിൽ നിന്ന് വന്നാലും ശമ്പളം കൊടുത്ത് അവരെ എൻഗേജ് ചെയ്യിക്കാനും ഞങ്ങൾ തയ്യാറാണ്. വളണ്ടറി ആയിട്ടോ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാനോ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കേരളത്തിന് പുറത്തുമുള്ള തൊഴിലാളികൾ വരുന്ന മുറയ്ക്ക് അവരെല്ലാം എടുക്കും. എത്ര പേര് വന്നാലും അത് വെച്ച് മുന്നോട്ട് പോകണം. അത്ര വേഗതയിലാണ് നടപടിക്രമം. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നും കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും കർഷകർ ആരോപിച്ചു. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തൊട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാതെ സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയിൽ വെച്ച് തടയണ നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് ലഭിക്കാത്ത സാഹചര്യമെന്നാണ് കർഷകർ പറയുന്നത്. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് ഉള്ളതെന്നാണ് കർഷകരുടെ പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തെ പുറഞ്ചാലിൽ വെള്ളം എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. അന്തിക്കാട് പാടശേഖരത്തിൻ്റെ സെക്രട്ടറി ശരത്താണ്. ജനുവരി 22 ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ ദിനദിനമായിട്ട് KLDC ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പാടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാലുള്ള അവസ്ഥയിലേക്ക് പോകും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വളരെയധികം വീഴ്ച തന്നെയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് ഏറ്റവും വീഴ്ച വരുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിധ സഹായവും ഇല്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ മറുപടി ഇന്ന് വിട്ടു, വെള്ളം വിട്ടു, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലില്ല. ഒപ്പം തന്നെ ഞങ്ങളുടെ ജില്ലാ കോൽക്കഷോധങ്ങളുണ്ട്, അവിടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ മാതിരി മോണിറ്ററിംഗ് കമ്മിറ്റി പോലെ ആളുകളുണ്ട്. അതൊന്നും ഒരു മോണിറ്റർ ചെയ്യാനോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും തയ്യാറായിട്ട് വരുന്നില്ല. എൻ്റെ പേര് രാകേഷ്. ഞാൻ കർഷക സംഘത്തിൻ്റെ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ട്രഷററാണ്. ഇവിടെ നമുക്കറിയാം, ഇതിന് തൊട്ട് അപ്പുറത്ത് കാണുന്നത് ഇറിഗേഷൻ കനാലാണ്. 20 ദിവസമായിട്ട് ആ ചാല് വറ്റിക്കെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അരിമ്പൂർ പഞ്ചായത്ത്, അന്തിക്കാട് മേഖല എന്നീ പ്രദേശങ്ങളിലെ നിലങ്ങൾ ഏകദേശം 2500 ഏക്കറയ്ക്ക് മുകളിൽ നെൽകൃഷി നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ 2 ദിവസത്തിനകം വെള്ളം വന്നില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഇവിടുത്തെ കർഷകർ നേരിടേണ്ട ഒരവസ്ഥയാണ്. ഇവിടെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഇറിഗേഷൻ ഓഫീസുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. പക്ഷേ ഫോൺ വരെ അവരെടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത്
കൃഷി വകുപ്പിൻ്റെ ടീമോ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ് കർഷക സംഘം. കാരണം ഇറിഗേഷൻ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. PF പെൻഷൻകാരുടെ കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് AITC ജില്ലാ സെക്രട്ടറി ജയബാലൻ. 2014 മുതലാണ് PF പെൻഷൻകാർക്ക് അധിക ദുരിതകാലമായതെന്നും ജയബാലൻ കൂട്ടിച്ചേർത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട്ട് നടക്കുന്ന ത്രിദിന സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന 2ാം ദിവസത്തെ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരവും 1500 കൊണ്ട് ജീവിച്ചാൽ മതിയെന്നാണ് കേന്ദ്ര സർക്കാർ നയം. പെൻഷൻകാർക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന യാഥാർത്ഥ്യം പോലും കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുന്നില്ല. ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കും വഴങ്ങാത്ത സർക്കാർ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും KC ജയബാലൻ പറഞ്ഞു. അപ്പൊ പെൻഷനെ സംബന്ധിച്ച് രൂപരേഖ നൽകുന്നതിൽ അന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അപ്പൊ അതിന് അന്ന് എടുത്ത നിലപാട് ആദ്യം പെൻഷൻ സ്കീം നടപ്പിലാക്കട്ടെ. പെൻഷൻ സ്കീം ആദ്യം നടപ്പിലാക്കിയതിന് ശേഷം നമുക്ക് തുടർ ആവശ്യങ്ങളും നമ്മുടെ അവകാശങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇപ്പൊ നമ്മൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് തടസ്സം നിന്നാൽ ഭാവിയിൽ അത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും എന്നായിരുന്നു അന്ന് പ്രതിമാൻ സിംഗ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നടപ്പിലായി. 95 മുതൽ 2026 നീണ്ട 31 വർഷത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റിൽ നമുക്ക് ഒരു ചാൻസ് കിട്ടിയതായിരുന്നു. എന്നാൽ അത് എന്തുകൊണ്ടോ നടത്തുന്നതിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചോ എന്ന് അത് പരിശോധിക്കേണ്ടതാണ്. എന്നാൽ 1991 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴും ഇതിനെ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾക്കാണെങ്കിൽ എല്ലാവർക്കും വയസ്സായി. ഇനി സമരത്തിന്റെ തീച്ചുള എന്ത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് രൂപത്തിലായിരിക്കണം നമ്മൾ സമരം ഇനി വളർത്തിക്കൊണ്ടുവരേണ്ടത്. പെൻഷൻ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുക, മിനിമം പെൻഷൻ 9,000 രൂപയാക്കി ഉയർത്തുക, ക്ഷാമബത്ത അനുമതി തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. 1971 മുതലുള്ള സർവീസ് പെൻഷൻ പരിഷ്കരിക്കുക, സുപ്രീം കോടതി വിധി പ്രകാരം അർഹരായ എല്ലാവർക്കും ഹയർ ഓപ്ഷൻ അനുവദിക്കുക, തൊഴിലാളികളുടെ പെൻഷൻ ഫണ്ടിലെ നിക്ഷേപത്തുക മരണശേഷം കുടുംബത്തിന് തിരികെ നൽകുക, മുതിർന്ന പൗരന്മാർക്ക് ട്രെയിൻ യാത്രയുണ്ടായിരുന്ന ഇളവുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയവയും സംഘടനയുടെ ആവശ്യങ്ങളാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് VB രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി R പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് മനോഹരൻ, ചന്ദ്രൻ, അബ്ദുൾ അസീസ്, TS ദാസ്, C കൃഷ്ണകുമാർ, ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് റൂറൽ ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനം മങ്കരയിൽ വെച്ച് സംഘടിപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. റൂറൽ ബ്ലോക്ക് പ്രസിഡന്റ് പാർത്ഥസ്വാരഥി അധ്യക്ഷത വഹിച്ചു. മാസിക അവാർഡ് വിതരണം മങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ് നിർവഹിച്ചു. C കൃഷ്ണദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. AP മുരളീധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കൃഷ്ണദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. A കാസിം വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്, PK ഹരിദാസൻ, P സത്യഭാമ, P കൃഷ്ണൻകുട്ടി, P രാജഗോപാൽ, PR രാജേശ്വരി, MC വാസുദേവൻ, KC ബാലൻ, KK കൗസല്യ, PD രവീന്ദ്രൻ നായർ, N രാധാകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. KM ബാലകൃഷ്ണൻ സ്വാഗതവും PP പ്രേമ നന്ദിയും പറഞ്ഞു. മാർച്ച് 30-31 കോങ്ങാട് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ ICDSന്റെ ആഭിമുഖ്യത്തിൽ മതസ്ഥാപന
മേധാവികൾക്ക് ശൈശവ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ICDSന്റെ ആഭിമുഖ്യത്തിലാണ് ബാലവിവാഹമുക്ത ഭാരത് എന്ന ആശയത്തിൽ മതസ്ഥാപന മേധാവികൾക്ക് ശൈശവ വിവാഹ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായി. അഡ്വക്കേറ്റ് രേവതി പട്ടാമ്പി മുഖ്യപ്രഭാഷണം നടത്തി. CDPO ഒ ശാന്തകുമാരി സ്വാഗതവും ഷൊർണൂർ ICDS സൂപ്പർവൈസർ AM ബിന്ദുമോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കുളപ്പള്ളി ഇരട്ടമ്പലം ക്ഷേത്രത്തിലെ മേൽശാന്തി എവറസ്റ്റ് കീഴടക്കിയതിന്റെ ആഹ്ലാദത്തിലാണ്. ഷൊർണൂർ കവളപ്പാറ ആലംപള്ളി മനയിൽ 32കാരനായ AM ശ്രീലാൽ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഭക്തർക്ക് ചോദിക്കാനുള്ളത് യാത്രയെക്കുറിച്ചായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിലെ മേൽശാന്തി ജോലി ചെയ്യുകയാണ് ശ്രീലാൽ. വളരെ അഭിമാനവും സന്തോഷവും ആഹ്ലാദത്തോടെയാണ് ഞങ്ങളിപ്പോൾ കമ്മിറ്റിക്കാർ മുഴുവൻ ഇവിടെ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മേൽശാന്തി ശ്രീലാൽ ആലംപള്ളി. അദ്ദേഹം വലിയൊരു ദൗത്യം വിജയിച്ചിട്ട് വന്നു നിൽക്കുകയാണ്. ഹിമാലയത്തിൻ്റെ ബേസ് ക്യാമ്പ് വരെ കയറി കഴിഞ്ഞ ജനുവരി മാസത്തിൽ എവറസ്റ്റ് കയറിയിട്ട് വന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഈ എവറസ്റ്റ് കയറിയിട്ടുള്ള ഒരു മേൽശാന്തി ഉള്ളതായിട്ട് ഞാൻ കുറേ നോക്കി, അറിയില്ല. അപ്പോൾ അതിൽ ഏറ്റവും അഭിമാനം ഞങ്ങൾക്ക് ഉള്ളതാണ്. ഞങ്ങളുടെ തിരുമേനി എവറസ്റ്റ് കയറിയ ആളാണെന്ന്. പാലക്കാട് ജില്ലയിലാകെ 3 ആളൊട്ടെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് എവറസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഭഗവാന്റെ ആ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല അറിയാം. അദ്ദേഹത്തിന് അങ്ങനെ 3 നേരം ഭഗവാന് വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങളും ചെയ്യണതിൻ്റെ ആ ഒരു ശക്തി അദ്ദേഹം വളരെ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന. ചില സമയത്ത് ഒരു ബൈക്കിൽ മുമ്പൊരു ഹിമാലയൻ ബൈക്കാണുള്ളത്, അതുകൊണ്ട് ഒരു 2 ദിവസത്തെ ടൂറൊക്കെ പോകുന്നത് കാണാറുണ്ട്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയും വലിയൊരു സംഭവം മൂപ്പര് നിറവേറ്റി വരുന്നുള്ളത്. ഇതിൽ വളരെയധികം ഞങ്ങളെല്ലാവരും കമ്മിറ്റിക്കാർക്കും ഞങ്ങളുടെ ഈ നാട്ടുകാർക്കും ഒക്കെ അദ്ദേഹത്തിനോട് വളരെയധികം ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഷൊർണൂർ കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന മേൽശാന്തിക്ക് എവറസ്റ്റ് കൊടുമുടി കയറാൻ ഒരാഗ്രഹം. പിന്നീടൊന്നും നോക്കിയില്ല. യാത്ര കഴിഞ്ഞു വരുന്നതുവരെ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങാതിരിക്കാൻ താൽക്കാലികമായി മറ്റൊരു പൂജാരിയെ വെച്ച് കവളപ്പാറ ആലംപള്ളി മനയിൽ 32കാരനായ AM ശ്രീലാൽ ജനുവരി 16 വൈകിട്ട് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വഴി നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് വിമാനം കയറി. 17-ന് കാഠ്മണ്ഡുവിലെത്തി ട്രക്കിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങിയ ശേഷം 40 മിനിറ്റ് നേരം കൊണ്ട് അടുത്ത വിമാനത്തിൽ കയറി ലുക്ലയിൽ എത്തി. പിന്നീട് എവറസ്റ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ 7-ന് യാത്ര ആരംഭിച്ച് വൈകിട്ട് 3 മണിയോടെ നിർത്തും. പിന്നീട് അടുത്ത ദിവസം വീണ്ടും യാത്ര തുടരും. ഇത്തരത്തിൽ 14 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീലാൽ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. 5364 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് അങ്ങനെ കീഴടക്കി. പിന്തുണച്ച ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും നന്ദി. അതൊരു പാഷനാണ്, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ജോലിയോടുകൂടി. -32 ഡിഗ്രി തണുപ്പും ദുർഘടപാതയും എവറസ്റ്റിലേക്കുള്ള യാത്രയ്ക്ക് വെല്ലുവിളി ഉയർത്തിയെങ്കിലും അതിനെ മറികടന്ന് തന്റെ സ്വപ്ന ലോകം മുന്നിൽ കണ്ടായിരുന്നു ശ്രീലാലിന്റെ യാത്ര. ഒരു ദിവസം ബേസ് ക്യാമ്പിൽ ചിലവഴിച്ച ശേഷമാണ് തിരിച്ചെത്തിയത്. ജനുവരി 30-ന് നാട്ടിൽ തിരിച്ചെത്തിയ മേൽശാന്തിയോട് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ: യാത്ര എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ 13 വർഷമായി കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ MM ശ്രീലാൽ മേൽശാന്തിയായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എവറസ്റ്റ് കൊടുമുടി കയറിയത് ഇതാദ്യമാണ്. ലോകത്തുള്ള 7 പർവ്വതനിരകളിൽ കയറണമെന്നാണ് മേൽശാന്തിയായ ശ്രീലാലിന്റെ വലിയ ആഗ്രഹം. അച്ഛനായ ഉമയൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ഹരിനാരായണനും അമ്മ അനിതയും യാത്രകൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വർക്ക്ഷോപ്പ് പണിയെടുത്ത് ഉപജീവനം കൊണ്ടുപോവുകയാണ് വാണിയംകുളം മനശ്ശേരി സോപാനം വീട്ടിൽ 50 വയസ്സുകാരി പ്രീത. 2 വീലർ 4 വീലർ തുടങ്ങിയ വാഹനങ്ങൾ A to Z വരെയുള്ള എല്ലാ പണികളും പ്രീതയ്ക്ക് മനഃപ്പാടമാണ്. 15-ാം വയസ്സിൽ കുടുംബം നോക്കാനായി ടൂൾസ് കയ്യിലെടുത്തതാണ് പ്രീത. മനശ്ശേരി വരിക്കാശ്ശേരി മന റോഡിലാണ് പ്രീതിയുടെ ഈ വർക്ക്ഷോപ്പ്. അച്ഛനു പുറമെ അമ്മ ശ്രീദേവി, സഹോദരങ്ങൾ ബിന്ദു, ജ്യോതി, സിന്ധു, പ്രവീൺ എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു കുടുംബം. വീടിനോട് ചേർന്നാണ് പ്രീതിയുടെ അച്ഛൻ സേതുമാധവന് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ അച്ഛന് പെട്ടെന്ന് കാഴ്ച കമ്മിയായി. വർക്ക്ഷോപ്പിലെത്തുന്ന വാഹനങ്ങൾ കേടുപാടുകൾ പരിഹരിക്കാൻ സേതുമാധവന് പറ്റാതെ വന്നു. അന്ന് പ്രീത 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് പ്രീതയ്ക്ക് സ്കൂളിൽ പോകാൻ മനസ്സ് സമ്മതിച്ചില്ല. വിദ്യാഭ്യാസത്തിന് സലാം പറഞ്ഞ അന്നു മുതൽ തുടങ്ങിയതാണ് വർക്ക്ഷോപ്പ് പണി. ഇന്നുവരെ മുടക്കം വരുത്തിയിട്ടില്ല. ഇപ്പോൾ മനശ്ശേരി വരിക്കാശ്ശേരി മന റോഡിലാണ് പ്രീതയുടെ വർക്ക്ഷോപ്പ്.
ടൂ വീലറിൻ്റെ എല്ലാ പ്രവൃത്തികളും ഇവിടെയുണ്ട്. സഹോദരൻ പ്രവീണും സഹായത്തിന് ഒപ്പമുണ്ട്. അവിവാഹിതയാണ് പ്രീത. ഉപജീവനത്തിനായി അച്ഛൻ തുടങ്ങി വെച്ച വർക്ക്ഷോപ്പ് പ്രവൃത്തിയിൽ കുടുംബത്തെ പോറ്റാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടയാണെന്ന് പ്രീത പറഞ്ഞു. കുടുംബത്തെ നോക്കാൻ പുരുഷവേഷമണിഞ്ഞ് വർഷങ്ങളോളമായി വർക്ക്ഷോപ്പ് പണിയെടുക്കുന്ന പ്രീത സ്ത്രീ സമൂഹത്തിന് മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ശ്രീ മാരിയമ്മൻ കോവിലിലെ പൂജാമഹോത്സവം തുടരുന്നു. ചൊവ്വാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നാഗപൂജയും പുള്ളൻപാട്ടും നടന്നു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കന്യകാകുമാരി പൂജ, സുവന്യാർച്ചന എന്നിവയും നടന്നു. വൈകിട്ട് ഓട്ടൻതുള്ളൽ, തായമ്പക എന്നിവ അരങ്ങേറും. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കൂത്ത് വഴിപാടുകൾ തുടരുന്നു. കൂത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും തുടർന്നു വരികയാണ്. ഫെബ്രുവരി 11 കാളവേലയും 12 ക്ഷേത്രത്തിൽ പൂരാഘോഷവും നടക്കും. കണയത്തമരുന്ന ശ്രീ കുറുമ്പേ കാത്തരുളിയിടണേ കൈവല്യമൂർത്തിയെ ഭക്തർക്കു ദർശനം നൽകിടണേ അമ്മേ ഭഗവതി കാർത്യായനി കണയത്തമരുന്ന ശ്രീ കുറുമ്പേ കാത്തരുളിയിടണേ കൈവല്യമൂർത്തിയെ ഭക്തർക്കു ദർശനം നൽകിടണേ. ദേവി ശരണം. പാലഴിച്ചേലോടെ പായും പമ്പി നിന്നെ തൂണുലായി പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. ഷൊർണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PM മുരളീധരൻ്റെ നിര്യാണത്തിൽ ഷൊർണൂർ ടൗണിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, KPSC സെക്രട്ടറി പ്രൊഫസർ K. A. തുളസി, നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല, CPM LC സെക്രട്ടറി ND ദിൻഷാദ്, IUML നേതാവ് TM യൂസഫ് ഹാജി, CPI സോമൻ, DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, K. കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, TK ബഷീർ, V. ആനന്ദ്, A. ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, അജിത് മാസ്റ്റർ, EA ഗീത, TK ആഷിഖ്, VG ശ്രീനിവാസൻ, അജിത് മാസ്റ്റർ, അനിൽകുമാർ, VP രാധാകൃഷ്ണൻ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എങ്ങനെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഏറ്റവും ലാളിത്യത്തോടെ ജീവിച്ചു മരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മുരളിയേട്ടൻ. 2004 ഷൊർണൂരിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് എനിക്ക് മുരളിയേട്ടനെ പരിചയം. അതിനു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ MP-യുടെ വാക്കുകളിലൂടെ അറിയാം എന്നുള്ളതാണ് വസ്തുത. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സാംസ്കാരിക നായകന്മാർ പ്രിയപ്പെട്ടവരാണെന്നും ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിന് നേരെ കടന്നുകയറാൻ പാടില്ലെന്നും മന്ത്രി കെ രാജൻ. ഭരണം തുടർന്നാൽ അധികാര കേന്ദ്രീകരണത്തിനും കാരണമാകുമെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി. ഫെബ്രുവരി 3-ാം ആഴ്ച തന്നെ വയനാട്ടിൽ ആദ്യഘട്ട വീടുകൾ കൈമാറുമെന്നും മന്ത്രി കെ രാജൻ. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷിവെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നേരിടേണ്ടി വരുമെന്ന് കർഷകർ. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നും കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ആക്ഷേപം. PF പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് AITC ജില്ലാ സെക്രട്ടറി ജയപാലൻ. 2014 മുതലാണ് PF പെൻഷൻകാർക്ക് അധിക ദുരിതകാലം തുടങ്ങിയതെന്നും ജയപാലൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് PF പെൻഷനേഴ്സിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് നടത്തുന്ന ത്രിദിന സത്യാഗ്രഹ സമരം തുടരുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.